സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ആവേശഭരിതമായി വൻ ജനക്കൂട്ടമാണ് ഉസ്താദിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നഗരത്തിന്റെ രണ്ട് കൈവരികളും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ്. കോഴിക്കോടിന്റെ സ്നേഹത്തിലേക്ക് നായകനെ വരവേൽക്കാൻ വേണ്ടിയുള്ള വലിയ ആവേശമാണ് കാണുന്നത്. ഉസ്താദ് ഇതാ കടന്നു വരുന്നു. ജന്മനാട്ടിലൂടെ കേരളയാത്ര 4ാം ദിനം ജന്മനാട്ടിലൂടെ കടന്നു പോവുകയാണ്. ഇത് ചരിത്രമാണ്. ഈ പൂനൂരിന്റെ മണ്ണിൽ നിന്ന് അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞിമ ഹജ്ജുമയുടെയും മകനായി 1937 മാർച്ച് 22 ഉദയം കൊണ്ട് പിന്നീട് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നേതാവായി മാറിയ മുസ്ലിം ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന ഐതിഹാസികമായ കേരള യാത്രയാണ് ഉസ്താദിൻ്റെ ജന്മനാട്ടിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജന്മനാടൊരുക്കുന്ന ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങി കേരളയാത്ര കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ 2ാം ലെഗിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കാന്തപുരം ഉസ്താദിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ഒന്ന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഇതാ മനുഷ്യർ ഒരുപാട് പേർ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. എന്തൊരു ആവേശമാണിത്! ഏതൊരു നേതാവും കൊതിച്ചു പോകുന്ന, ഏതൊരു നേതാവിനെയും അമ്പരപ്പിക്കുന്ന സ്നേഹപ്രകടനമാണ് ഈ മനുഷ്യർ, ഈ ജന്മനാട് കാന്തപുരം ഉസ്താദിന് നൽകുന്നത്. ആലങ്ങാപ്പൊയിൽ തറവാട്ടിൽ നിന്ന് ജനിച്ചുയർന്ന് 12ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട് പിന്നീട് അങ്ങോട്ട് യതീമായി വളർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാനായ നേതാവ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ഇതാ ജനം വരവേൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് ചരിത്ര നിമിഷമാണ്. ഉസ്താദിനെ സ്വീകരിക്കാനായി നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളയാത്ര ഉസ്താദിന്റെ ജന്മനാട്ടിലൂടെ കടന്നു പോകുന്നു. അതിഗംഭീരമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് പൂരൂർ ടൗൺ. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നഗരത്തിന്റെ ഇരുവശങ്ങളിലുമായിട്ട് മനുഷ്യർ പാരാവാരം കണക്കെ പരന്നൊഴുകുകയായിരുന്നു. ആവേശമാണ് ഉസ്താദ് സ്വീകരണ വേദിയിലേക്ക് എത്തുമ്പോൾ തക്ബീർ ധ്വനികളായി ഉയരുന്നത്. കേരളയാത്രയുമായിട്ട് ഉസ്താദ് ഇതാ പൂനൂരിന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഉസ്താദിനെ സ്വീകരിക്കുകയാണ് ഇവിടുത്തെ സംഘടനാ നേതാക്കളും നാട്ടുകാരും ചേർന്ന്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കാന്തപുരം ഉസ്താദിനെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ച് പൂനൂരിലെ ജനങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല നാൾ മണ്ണിനായി കരുതും ചിരിവിരിയാൻ, ചില്ലുതാർ വിണ്ണിനായി തെളിയും തിരിവരയാൻ, തിരമാല പോലെ പടരാനായി നെറിനാരുവേരു വിടരാനായി, പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ, ചതിപകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ, നൂറ്റാണ്ടു പെയ്ത മഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താനുൽ ഉലമ വരമായി. ആഗോളതലത്തിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ, ലോകത്തിന്റെ നെറുകയിൽ ലോകത്തിലെ 500 പ്രമുഖരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻഗണനാ സ്ഥാനത്തുള്ള കാന്തപുരം ഉസ്താദിന്റെ കേരളയാത്രക്ക് ഉസ്താദിന്റെ ജന്മനാടായ പൂനൂർ നൽകിയ സ്നേഹപ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഏതൊരു നേതാവും കൊതിച്ചാൽ പോലും ലഭിക്കാത്ത രീതിയിലുള്ള വലിയ ആവേശത്തോടെയുള്ള സ്വീകരണം ഇവിടെ കാണാം. ഇത് കേരളയാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സ്വീകരണ വേദിയല്ല. കാന്തപുരം ഉസ്താദ് ജനിച്ചു വളർന്ന മണ്ണാണ്. അവിടത്തുകാർ, നാട്ടുകാർ നൽകുന്ന സ്വീകരണത്തിന്റെ മഹത്തായ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി കേരളയാത്ര കോഴിക്കോട്ടേക്ക് നീങ്ങുകയാണ്. കോഴിക്കോട്ട് മുതലക്കുളത്താണ് ഇന്ന് പ്രധാന പരിപാടി. അതിനു മുമ്പ് രാവിലെ 11 മണിക്ക് കോഴിക്കോട്ട് സ്നേഹ സംഗമവും നടക്കുന്നുണ്ട്. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്.
waytonikah.com, the exclusive Muslim matrimonial site.